ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ആര്യ. അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേറ്റഡ് കാറ്റഗറി 1 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ലാംഗ്വേജിന്റെ ഭാഗത്തുള്ള പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് നോക്കാം. അതേപോലെ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെ കോഡ് എന്ന് പറയുന്നത് സി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് ഒരു പാസേജ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ 91 മുതൽ 95 വരെയുള്ള ചോദ്യങ്ങൾ പാസേജിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് വായിച്ച് സമയം കളയുന്നില്ല. നമുക്ക് വേഗം ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 21. ചെറുകഥാ സാഹിത്യത്തിന്റെ ഗതി തിരിച്ചുവിട്ട കൃതി ഏതാണ്? വാസനാവികൃതി, ദ്വാരക, മദിരാശി പിത്തലാട്ടം, കഥയൊന്നുമല്ല. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ വാസനാവികൃതിയാണ്. 92. ഇക്കണ്ടക്കുറുപ്പ് എന്ന കഥാപാത്രത്തിന് യോജിച്ച പഴഞ്ചൊല്ല് ഏത്? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, മുളയിൽ അറിയാം വിളം. ഏതാണ് വരുന്നത്? താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കഥാകൃത്ത് ഉരച്ചെടുത്ത ജീവിത നിരീക്ഷണത്തിന്റെ സൂക്ഷ്മരേഖകളായി ലേഖകൻ സൂചിപ്പിക്കുന്നത് എന്ത്? കഥയിലെ പ്രയോഗങ്ങൾ, സാഹിത്യ ചരിത്രം, സാംസ്കാരിക രേഖകൾ, ജീവിത വൈദഗ്ധ്യം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ കഥയിലെ പ്രയോഗങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 49. ആദ്യകാല ചെറുകഥകളുടെ പൊതു സവിശേഷതയായി സൂചിപ്പിക്കുന്നത് എന്ത്? അറിവ് പകരുക, രസിപ്പിക്കുക, ചിന്തിപ്പിക്കുക, നൈപുണി വളർത്തുക. എന്താണ് രസിപ്പിക്കുക? ആദ്യകാലം എന്തായിരുന്നു? ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെറുകഥകൾ എഴുതിയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 95. കഥകളെ വ്യത്യസ്തമായ വായനാനുഭവമാക്കി മാറ്റുന്ന ഘടകം ഏത്? അതത് കാലത്തെ മനുഷ്യരുടെ മാനസിക ലോകം, സാംസ്കാരിക പരിസരത്തെ മുൻനിർത്തിയുള്ള ഗുണപാഠം, ചരിത്രബോധത്തിന്റെ ആഴവും പരപ്പും, അതത് കാലത്തെ ഭാഷാ സമീപനം. ഏത് വരും? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ചരിത്രബോധത്തിന്റെ ആഴവും പരപ്പും. അപ്പൊ നമുക്കറിയാം, പാസേജ് വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാം. ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി വരുന്ന എന്താണ്? ഒരു പദ്യമാണ്. അപ്പൊ ആ ഒരു 10 മാർക്ക് നമുക്ക് ഷുവർ ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് പദ്യമാണ് വരുന്നത്. 96 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ. അതിന്റെ ഉത്തരം കൂടി എന്താണെന്ന് നോക്കാം. 96. ആകാശത്തിന്റെ അറ്റത്തായി പടരുന്ന ഭംഗിയാർന്ന ചുവപ്പ് നിറത്തെ കവി എന്തായാണ് സംശയിക്കുന്നത്? എന്താണ്? പ്രകൃതിയുടെ പുഞ്ചിരിയായി, ഓണത്തിന്റെ വരവായി, നെൽക്കതിർ ചാഞ്ചാടുന്നതായി, ബാലകരുടെ ആഹ്ലാദമായി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓണത്തിന്റെ വരവായി. ദുഃഖഭരിതമായ കാലം അകലെയായി കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗം ഏത്? ദൂരെ മലിനമാം വാനം, ചാരു ശോഭനാഭ, വാരുറ്റ പുഞ്ചിരി, ഉല്ലാസ പൈങ്കിളി. ഏതായിരിക്കും ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ദൂരെ മലിനമാം വാനം. അടുത്ത 98. ഏറിക്രമത്തിലടുത്ത നാളിപ്രഭ പാരിനെ മുക്കിടും ആഹ്ലാദത്തിൽ. ഈ വരികൾ ധ്വനിപ്പിക്കുന്നത് എന്താ? അപ്പൊ വരികളുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓണക്കാലം നാളെ ലോകത്താകെ ആഹ്ലാദത്തിലാക്കും, വൈകാതെ ലോകം പ്രഭാപൂരിതമാകും, കുട്ടികൾ ആഹ്ലാദമാകുന്ന പ്രഭയിൽ കുളിക്കും, പൈങ്കിളികൾ ആഹ്ലാദാരവം മുഴക്കും. എന്താണ്? ഓപ്ഷൻ ബി ആണ് വൈകാതെ ലോകം പ്രഭാപൂരിതമാകും. അടുത്ത ക്വസ്റ്റ്യൻ. വജ്രം എന്ന പദത്തിന് പകരമായി കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? ഹീരം, ഹുല്ലം, ആഭ, ഉത്സ്മിതം. അപ്പം വജ്രം എന്ന പദത്തിന് എന്താണ് അതിന്റെ സിനോണിമസ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പദം എന്ന് പറയുന്നത് ഏതാണ്? ഹീരം. അതിന്റെ ഒരു പര്യായ പദമാണ് ഹീരം. അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കിളികളുടെ കളകളാരവം എല്ലായിടത്തും മുഴങ്ങി കേൾക്കുന്നതിന് കാരണം എന്താവാം? വാനിൻ കടയ്ക്കൽ ശോഭ കണ്ടിട്ട്, നെൽക്കതിരുകൾ മൂപ്പെത്തി തിന്നാൻ പാകമായതിനാൽ, തുമ്പിക്കിടാങ്ങളുടെ അടങ്ങാത്ത പുഞ്ചിരിയിൽ ഒപ്പം ചേർന്നതുകൊണ്ട്, കുട്ടികളുടെ ആഹ്ലാദം കണ്ടിട്ട്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഇത് നമുക്ക് ആ പോയം വായിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ പോയാലും ഒരു ക്വസ്റ്റ്യൻ തെറ്റായാലും ഒരു 9 മാർക്ക് ഷുവർ ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത്, ഈ കോംപ്രിഹെൻഷൻ പാസേജ് ആണെങ്കിലും അതേപോലെ പോയം ആണെങ്കിലും അതിൽ നിന്ന് സ്കോർ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത് 101ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലാസ് മുറിയിൽ നിരന്തരമായി കലഹിച്ചു കൊണ്ടിരിക്കുകയും പഠന പ്രവർത്തനങ്ങളിൽ വിമുഖത കാട്ടുകയും ചെയ്യുന്ന കുട്ടിയോടുണ്ടാവേണ്ട അധ്യാപികയുടെ സമീപനം എന്തായിരിക്കണം? കുട്ടിയുടെ പെരുമാറ്റ പ്രശ്നത്തെക്കുറിച്ച് രക്ഷിതാവിനോട് പരാതിപ്പെടുന്നു, മറ്റുള്ള കുട്ടികളുടെ മുൻപിൽ വെച്ച് ശാസിക്കുന്നു, കുട്ടിയുടെ പെരുമാറ്റ പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനായി കേസ് സ്റ്റഡി നടത്തുന്നു, PTA യോഗത്തിൽ പ്രസ്തുത കുട്ടിയുടെ പെരുമാറ്റ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്താണ്? ടീച്ചർ ആദ്യം ഒരു കേസ് സ്റ്റഡിയാണ്. എന്താണ് കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യണം? ടീച്ചർ ഒരു കേസ് സ്റ്റഡിയാണ് ആദ്യം നടത്തേണ്ടത്. അടുത്ത 102ാമത്തെ ക്വസ്റ്റ്യൻ. 2024 വയലാർ പുരസ്കാരം നേടിയ എഴുത്തുകാരനും കൃതിയും ഏതാണ്? കറണ്ട് അഫേഴ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിച്ചിട്ട് പോകേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. എന്താണ്? ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം, അശോകൻ ചരിവിൽ കാട്ടൂർ കടവ്,
ഏഴാച്ചേരി രാമചന്ദ്രൻ, ഒരു വെർജീനിയൻ വേൽക്കാലം, VJ ജെയിംസ്, നിരീശ്വരൻ. ഏതാണ് വരുന്നത്? 2024 വയലാർ പുരസ്കാരം നേടിയ കൃതി ഏതാണ്? കാട്ടൂർ കടവാണ്. അതിന്റെ എഴുത്തുകാരൻ ആരാണ്? അശോകൻ ചരുവിൽ. 103-ാമത്തെ ക്വസ്റ്റ്യൻ. വനമല്ലിക പൂത്തു വാസന ചൊരിയുന്നു, വനദേവിമാർ നൃത്തം വെക്കുന്നു നില. സഹ്യന്റെ മകൻ എന്ന കവിതയിലെ ഈ വരികൾക്ക് സമാനതാളത്തിലുള്ള വരികൾ കണ്ടെത്തുക. നമുക്കറിയാം, സമാനതാളം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? വരികൾ എണ്ണി നോക്കുക, വരികളിനകത്തെ അക്ഷരങ്ങൾ എണ്ണി നോക്കുക, എന്നിട്ട് അതേ അക്ഷരത്തിലുള്ള മറ്റ് തന്നിരിക്കുന്ന വരികളിലെ അക്ഷരങ്ങൾ എണ്ണി നോക്കുക. അതിന് ഈക്വൽ ആയിട്ട് വരുന്ന ഏതാണോ അതായിരിക്കും ഉത്തരം വരുന്നത്. അപ്പൊ നമുക്ക് ഉത്തരം ഏതാണ് വരുന്നത്? വരിക വാർത്തിങ്കളെ താഴത്തു വരിക നീ പെരിക തങ്കത്തിന്റെ നെറ്റിമേൽ ചുംബിച്ചാലും എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 104-ാമത്തെ ചോദ്യം. ആ, ഇ, എ എന്നീ സ്വരാക്ഷരങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സന്ധ്യാക്ഷരങ്ങൾ, മൂർധന്യാക്ഷരങ്ങൾ, ദ്യോതകങ്ങൾ, ചുട്ടെഴുത്തുകൾ. അപ്പൊ ആ, ഇ, എ എന്നീ 3 അക്ഷരങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ചുട്ടെഴുത്തുകളിനകത്താണ് വരുന്നത്. 105. കുളിച്ചു വന്നു എന്ന വാക്യം വിനയച്ചത്തിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? കുളിച്ചു വന്നു. മുൻവിനയച്ചം, തൻവിനയച്ചം, പിൻവിനയച്ചം, നടുവിനയച്ചം. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ മുൻവിനയച്ചമാണ് കറക്റ്റ് ആൻസർ. 106-ാമത്തെ ചോദ്യം. മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന അനുമാനത്തിൽ എത്തിച്ചേർന്ന ഭാഷാ ചിന്തകൻ ആര്? പൗലോ ഫ്രയർ, BF സ്കിന്നർ, ജോൺ ഡൂയി, നോം ചോംസ്കി. ആരാണ്? ഓപ്ഷൻ ബി BF സ്കിന്നർ ആണ്. 107. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏത്? തളിര്, വിദ്യാരംഗം, പൊലി, കേളി. ഏതാണ്? തളിരാണ്. അപ്പൊ മാസികയുടെ പേരെന്താണ്? തളിര്. അടുത്ത ക്വസ്റ്റ്യൻ. 108. തന്നിരിക്കുന്ന ആത്മകഥകളിൽ ശരിയായ ഘടന ഏത്? നോക്കിക്കേ. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്, ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള, ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ? എല്ലാം കറക്റ്റ് ആണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ എഴുതിയ ജി ശങ്കരക്കുറുപ്പാണ്. ഓർമ്മയുടെ തീരങ്ങളാണെങ്കിൽ തകഴി ശിവശങ്കരപ്പിള്ളയും, ഓർമ്മയുടെ അറകൾ ആരാണ്? മുഹമ്മദ് ബഷീറുമാണ് അല്ലെ? വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 109. തന്നിരിക്കുന്നവയിൽ സംവാദം എന്ന പഠന പ്രവർത്തനത്തിന് യോജിച്ചത് ഏത്? മുൻകൂട്ടി തയ്യാറാക്കിയ പ്രബന്ധം ഉചിതമായ സന്ദർഭത്തിൽ അവതരിപ്പിക്കുന്നു, പ്രതിപക്ഷ ബഹുമാനത്തോടെ സ്വന്തം വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നു, സംവാദ അന്ത്യത്തിലും തെറ്റായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, ഉൽപ്പന്നമതിത്വം വളർത്തുന്നതിന് ഗുണകരമല്ല. എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ? പ്രതിപക്ഷ ബഹുമാനത്തോടെ സ്വന്തം വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നു. 110. പ, ഭ, ബ, ഭ, മ എന്നീ പവർഗാക്ഷരങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ദന്ത്യം, താലവ്യം, ഓഷ്ട്യം, കണ്ഠ്യം. നമുക്കറിയാം ഇതെല്ലാം എന്താണ്? ചുണ്ടു വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പ, ഭ, ബ, ഭ, മ എല്ലാം ചുണ്ടു വെച്ചിട്ടാണ്. അപ്പൊ ഏതാണ് വരുന്നത്? ഓഷ്ട്യമാണ് വരുന്നത്. 110 ഓപ്ഷൻ സി ഓഷ്ട്യം. 111. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വളരെ പ്രസിദ്ധമായ വരികളാണ്. ആരുടെ വരികളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുമാരനാശാൻ, വയലാർ രാമവർമ്മ, അക്കിത്തം, NN കക്കാട്. 6 വരികളാണ്. വയലാർ രാമവർമ്മ. 112. തന്നിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? പലഗുരു, വഴിയമ്പലം, വരാതെയിരുന്നു, വിണ്ടലം. നമുക്കറിയാം ആഗമസന്ധി എന്താണ്? പുതിയൊരു വർണ്ണം വരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്? വിൺ അധികം തലമാണ് വിണ്ടലം അല്ലെ? അപ്പൊ എന്താണ്? അത് എന്താണ്? വിണ്ടലം ആയി അല്ലെ? അപ്പൊ എന്താണ് ആഗമസന്ധിക്ക് ഉത്തരം? ആൻസർ വരുന്ന ഏതാണ്? വിണ്ടലം. ഉദാഹരണം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ വിണ്ടലം അല്ല, വിണ്ടലമാണ് ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത്. പലഗുരു, വഴിയമ്പലം, വരാതെയിരുന്നു ഇതെല്ലാം എന്താണ്? ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വായനാ വൈകല്യമായ ഡിസ്ലെക്സിയ ഓർ റീഡിംഗ് ഡിസോർഡറിൽ പെടാത്തതേത്? അപ്പൊ ഡിസ്ലെക്സിയക്ക് ഉദാഹരണം അല്ലാത്തതേത്? വാക്കുകളോ വരികളോ വിട്ടുപോവുക, അർത്ഥബോധത്തോടെ വായിക്കാൻ കഴിയാതെ ഇരിക്കുക, ഇല്ലാത്ത വാക്കുകൾ ചേർത്ത് വായിക്കുക, അക്കങ്ങളും സംഖ്യകളും മനസ്സിലാക്കുന്നതിലും കണക്ക് കൂട്ടുന്നതിലും പ്രയാസപ്പെടുന്നു. എന്താണ് ഡിസ്ലെക്സിയയുടെ ഒരു റീസൺ അല്ലാത്തത് ഏതാണ്? അക്കങ്ങളും സംഖ്യകളും മനസ്സിലാക്കുന്നതിലും കണക്ക് കൂട്ടുന്നതിലും പ്രയാസപ്പെടുന്നു. ഓക്കെ. അടുത്ത 114-ാമത്തെ ചോദ്യം. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന പഴഞ്ചൊല്ലിന് സമാനമായ ആശയം വരുന്ന മറ്റൊരു പഴഞ്ചൊല്ല് തന്നിരിക്കുന്നവയിൽ ഏതാണ്? മുളയിൽ അറിയാം വിള, വിത്താഴം ചെന്നാൽ പത്തായം നിറയും, വിത്ത് ഗുണം 10 ഗുണം, ഏറെ ചിത്രം, ഓട്ടപാത്രം. അപ്പൊ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന എന്താണ് പഴഞ്ചൊല്ലിന് ഉദാഹരണം അല്ലെ? അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏതാണ്? ഏറെ ചിത്രം,
ഓട്ടപാത്രം. അടുത്ത 115ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ ക്ലാസ് റൂം വിനിമയത്തിന് യോജിക്കാത്തത് ഏത്? കാഴ്ച കേൾവി പ്രശ്നമുള്ളവർക്ക് ക്ലാസ്സിൽ മുൻനിരയിൽ ഇരിപ്പിടം ക്രമീകരിക്കണം. സാധാരണ ബെഞ്ചിൽ ഇരിക്കാൻ കഴിയാത്ത ചലനപരമായ പ്രശ്നമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഇരിപ്പിടം നൽകണം. കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് വലിയ അക്ഷരത്തിൽ അച്ചടിച്ച വായനാ സാമഗ്രികൾ നൽകണം. പഠനതന്ത്രങ്ങളിൽ അനുരൂപീകരണം നടത്തരുത്. അപ്പൊ ഏതാണ് ഇതിൽ വരാത്തത്? യോജിക്കാത്തത് ഏതാണ്? പഠനതന്ത്രങ്ങളിൽ അനുരൂപീകരണം നടത്തരുത്. 115 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 116. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ഈ ശൈലിയുടെ ശരിയായ അർത്ഥം ഏത്? ലക്ഷ്യസ്ഥാനം മാറിയത് തിരിച്ചറിയാൻ കഴിവില്ല. വലുതായി ഉദ്ദേശിച്ചത് അല്പം മാത്രം പ്രയോജനപ്പെട്ടു. ഒന്നിനും പ്രയോജനപ്പെടാതെ പോയി. പ്രതീക്ഷിച്ച കാര്യം പൂർണ്ണമായും സാധിച്ചു. ഏത് വരും? ഓപ്ഷൻ സി, ഒന്നിനും പ്രയോജനപ്പെടാതെ പോയി. അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 117. ഒരു യഥാർത്ഥ അധ്യാപിക ഒരിക്കലും പുസ്തകങ്ങൾ പഠിക്കുന്നതിനുള്ള ഉപകരണമോ മുൻകൂട്ടി നിർമ്മിച്ച മുദ്രാവാക്യങ്ങളുടെയും ജീവനില്ലാത്ത അക്കാദമിക സാമഗ്രികളുടെയും വാഹനമോ ആകരുത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ മൂല്യം കിടക്കുന്നത് ഭാവനയിലേക്കും സ്വതന്ത്ര ചിന്തയിലേക്കും വിധി പറയലിലേക്കും കുട്ടിയുടെ മനസ്സിനെ ചലനാത്മകമാക്കുന്നതിലാണ്. ഇങ്ങനെ അധ്യാപികയുടെ റോളിനെ കുറിച്ച് നിരീക്ഷണം പങ്കുവെച്ചത് ആര് പറഞ്ഞ വാക്കുകളാണ്? കൊട്ടേഷൻ ആരുടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി, നതാഷ ഹൂസ്കായ. ആരുടെയാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ വരികളാണ്. അടുത്ത 118. എതിര് എന്ന ആത്മകഥ ആരുടേതാണ്? പി കേശവദേവ്, കെ എം മാണി, എം കുഞ്ഞാമൻ സേതു. ആരുടെ ആത്മകഥയാണ് എതിര്? എം കുഞ്ഞാമൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ഓരോ കുട്ടിയും നിരവധി വ്യവഹാര രൂപങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവയിൽ അന്വേഷണാത്മക പ്രവർത്തനങ്ങളിൽ പെടുന്ന വ്യവഹാര രൂപം ഏതാണ്? സംവാദം, പ്രൊജക്ട്, തിരക്കഥ, പ്രഭാഷണം. ഏതാണ് അന്വേഷണാത്മകത്തിൽ വരുന്നത്? പ്രൊജക്ട് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ നമ്മൾ മലയാളം ലാംഗ്വേജിന്റെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ 120th ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. കുട്ടികളുടെ വ്യക്തിപരമായ കഴിവുകളും ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പഠന പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യവും സ്വപ്രയത്നത്തിന് സഹകരണത്തിനുമെല്ലാം പ്രാധാന്യവും നൽകുന്ന ഹെലൻ പാർക്കസ്റ്റിൻ നടപ്പിലാക്കിയ പഠന രീതി. ഹെലൻ പാർക്കസ്റ്റിന്റെ പഠന രീതി ഏതാണ്? എല്ലാവർക്കും അറിയാം. ഏതാണ്? ഡാൾട്ടൺ പ്ലാൻ ആണ് അല്ലെ? ഡാൾട്ടൺ പദ്ധതി. പിന്നീട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് കളിരീതി, പ്രത്യക്ഷ ബോധനം, പദ്ധതി, നിർദ്ധാരണ രീതി. ഏതാണ് ഹെലൻ പാർക്കസ്റ്റിന്റെ? ഡാൾട്ടൺ പദ്ധതി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അത്യാവശ്യം പെഡഗോജി നമ്മളെ കുറച്ച് കൺഫ്യൂസിങ് ആക്കിയെങ്കിലും എന്താണ്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വലിയ തെറ്റില്ലാതെ നമ്മൾ പറഞ്ഞു പോയ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ പാർട്ട് 3 ഇംഗ്ലീഷിലേക്ക് പോവുകയാണ്. അവിടെയും ഫസ്റ്റ് എന്താണ്, ഒരു പാസേജ് ആണ്. മലാല യൂസഫ്സായിയെ ബേസ് ചെയ്തിട്ട് ഒരു പാസേജ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ പാസേജ് വായിച്ച് സമയം കളയുന്നതിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് വേർഡ് ടെസ്റ്റാമെന്റ് മീൻ? ടെസ്റ്റ് റിസൾട്ട് ഓഫ് സംതിങ്, സ്ട്രോങ് പ്രൂഫ് ഓഫ് സംതിങ്, ടൈം ടെസ്റ്റഡ് ഡോക്യുമെന്റ്, ടെസ്റ്റ് ഡൺ പീരിയോഡിക്കലി. ടെസ്റ്റാമെന്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? സ്ട്രോങ് പ്രൂഫ് ഓഫ് സംതിങ്. നമ്മൾ ഓൾഡ് ടെസ്റ്റാമെന്റ്, ന്യൂ ടെസ്റ്റാമെന്റ്, പുതിയ നിയമം പഴയ നിയമം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? സ്ട്രോങ് പ്രൂഫ് ഓഫ് സംതിങ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 122. One child, one teacher, one pen and one book can change the world. This indicates that. അപ്പം one child, one teacher, one pen and one book can change the world എന്ന് പറയുന്നത് എന്താണ് മീൻ ചെയ്യുന്നത്? One child in one family should be the norm. The pen is mightier than sword. Collective action is the need of the hour. Education has true transformative power. അപ്പൊ എന്താണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്. എഡ്യൂക്കേഷൻ ഹാസ് ട്രൂ ട്രാൻസ്ഫോർമേറ്റീവ് പവർ. Question number 123. The most appropriate title to the passage is. ഈ പാസേജിന് ഒരു അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. The power of resilience, the power of education, the result of activism, an attack on a girl. ഏത് വരും? The power of education. എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാസേജ് ആണ് അതല്ലേ? സോ അതിന്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് the power of education ആണ്. മലാല stood strongly for freedom of movement, freedom for expression, education of girls, serving as an activist. Question number 124 ആൻസർ എന്ത് വരും? എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് ആണ് അല്ലെ? മലാല യൂസഫ്സായി സ്ട്രോങ്ലി എന്താണ് stood strongly for എന്താണ്? എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് ആണ്. Question number 125. Attempt to silence her had advertently amplified her voice. This means that it dash. എന്താണ്? Made her voice heard by more people. കൂടുതൽ ആൾക്കാർ അവരുടെ വോയിസ് കേൾക്കാനായിട്ട് ശ്രമിച്ചതാണ് എന്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Question number 126. The outcome of the assassination attempt on Malala was that. അപ്പൊ അസാസിനേഷൻ അറ്റംപ്റ്റിന്റെ ഔട്ട്കം എന്തായിരുന്നു?
ഇറ്റ് ലെഫ്റ്റ് ഹെർ വിത്ത് സിവിയർ ഇഞ്ചുറീസ്, ഇറ്റ് ഡാമേജ് ഹെർ സ്കൾ, ഇറ്റ് പാരലൈസ്ഡ് ഹെർ ഫേസ്, ഓൾ ദി അബോവ്. എന്താണ് ഇതെല്ലാം ഫേസ് ചെയ്തു അല്ലെ? ഈ പ്രശ്നങ്ങളെല്ലാം അസാസിനേഷൻ അറ്റംപ്റ്റിൽ എന്താണ് സിവിയർ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു, സ്കളിന് ഡാമേജ് വന്നു, ഫേസ് പാരലൈസ്ഡ് ആയി. ഇതെല്ലാം അതിന്റെ എന്താണ് ആഫ്റ്റർ എഫക്ട്സ് ആയിരുന്നു. ഓക്കെ ഓക്കെ അടുത്തത് അപ്പം എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 126 വരെ പാസേജിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ എങ്ങോട്ടേക്ക് പോവുകയാണ്? നമ്മുടെ ഗ്രാമർ പെഡഗോജി ഭാഗത്തേക്ക് പോവുകയാണ്. Choose the best option from the ones given. Okay. My neighbor is dash university employee. അപ്പൊ എന്താണ് ഓപ്ഷൻസ് തന്നതിനകത്ത് എന്താണ് ആർട്ടിക്കിൾ ആണ്. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന വേർഡ് കാണുമ്പോഴേ നമ്മൾ ചാടി വീഴും ഏത് ഓപ്ഷനിലേക്ക്? ഓപ്ഷൻ എ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആർട്ടിക്കിളിലേക്ക് വീഴും. മൈ നൈബർ ഈസ് എ യൂണിവേഴ്സിറ്റി എംപ്ലോയി. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 128. The concert was dash than I expected. The concert was ബെറ്റർ. അപ്പൊ ഗുഡ് എന്നുള്ളതിന്റെ എന്താണ് ദാൻ രണ്ടുപേരെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. കോൺസെർട്ടിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് രണ്ടുപേരല്ല, കോൺസെർട്ടിനെയാണ് കമ്പയർ ചെയ്തത്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും ബെറ്റർ ആയിരുന്നു. അപ്പൊ രണ്ട് കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്. സോ എന്ത് വരും? ഗുഡ് എന്നതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ബെറ്റർ ആണ്. സോ എന്ത് വരും? ദ കോൺസെർട്ട് വാസ് ബെറ്റർ ദാൻ ഐ എക്സ്പെക്ടഡ്. ക്വസ്റ്റ്യൻ നമ്പർ 129. I have talked to him dash times. I have talked to him more times, much times, sometimes, several times. ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. സോ several times. Okay, question number 130. We are looking forward dash meeting you. Look forwardന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ടു ആണ്. മറന്നു പോകരുത്. ലുക്ക് ഫോർവേഡിന് ശേഷം യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ടു ആണ്. സോ we are looking forward to meeting you. Okay. Next question. Which of the following sentence is grammatically correct? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്ന ഒരെണ്ണമാണ്. ഇവിടെ നൈദർ നോർ വെച്ചിട്ടുള്ള ഒരു യൂസേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഏതാണ്? നൈദർ ദി ലീഡർ നോർ ദി ഫോളോവേഴ്സ് വെയർ റെഡി ഫോർ ദി ഡയലോഗ്. ഫോളോവേഴ്സ് എന്താണ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ വെയർ ആണ്. അവിടെ അതിനുശേഷം വരുന്ന വേർബ് എന്ന് പറയുന്നത് പ്ലൂറൽ വേർബ് ആണ് വന്നത്. അതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 132. ഐഡന്റിഫൈ ദ സെന്റൻസ് ദാറ്റ് യൂസസ് ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇത്രയും സിമ്പിൾ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുമോ? ഒരു എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സെന്റൻസ് തന്നിട്ടുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? വളരെ സിമ്പിൾ ആയിരുന്നു. ഏതാണ് ആൻസർ വരുന്നത്? ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ആൻഡ് ലെഫ്റ്റ് ഫോർ ദി സ്കൂൾ. ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ആൻഡ് ലെഫ്റ്റ് ഫോർ ദി സ്കൂൾ. He had finished her homework before she left for the school. She would finish her homework before she leave for the school. ഏത് ഒരു ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അല്ലെ? ഷീ ഹാസ് ഫിനിഷ്ഡ് എന്ന് പറയും, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരും. ഷീ ഫിനിഷ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾ പാസ്റ്റ് വരും അല്ലെ? അപ്പൊ ഇതില് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 133. വിച്ച് വേർഡ് ഈസ് എ സിനോണിം ഫോർ അബൻഡന്റ്? അബൻഡന്റ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിമസ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? സ്കെയർ, റെയർ, ലക്ഷറി, പ്ലന്റി. ഏത് വരും? അബൻഡന്റ് മീൻസ് എന്താണ്? പ്ലന്റി, ഒരുപാടുണ്ടെന്നുള്ളതിന്റെ മീനിങ് ആണ് അബൻഡന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 134. By the time he reaches the school, the class dash will start, will be started, will have been starting. ഏത് വരും? അതും ടെൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് വരും? will have started വരും അല്ലെ? ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് വരും. will have started. ക്വസ്റ്റ്യൻ നമ്പർ 135. Identify the sentence that uses an adverb. അപ്പൊ adverb എന്ന ഒരു സെന്റൻസ് ഏതാണ്? The old man is a careful worker. The weather is nice. The dish tastes delicious. John runs fast. Adverb എന്ന് പറയുമ്പോൾ വേർബിനെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ adverb എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ്? റൺ എന്ന് പറയുന്നതാണ്. ജോൺ റൺസ് ഫാസ്റ്റ്. അപ്പൊ അവിടെ റൺ എന്ന് പറയുന്നതാണ് വേർബ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 136. Which of the following sentence uses the past continuous tense? Again ഏതാണ്? ടെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. I read a book yesterday. I was reading a book when you called me on. He is going to read a book tomorrow. She reads a book every night as a matter of habit. ഏത് വരും ആൻസർ? I read a book. I read a book yesterday. Read അല്ല, I read a book yesterday. എന്ത് വരും? അത് സിമ്പിൾ പാസ്റ്റ് ആണ്. I was reading a book. എന്ത് വരും? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോറി, ഐ വാസ് റീഡിംഗ് ആണ്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരുന്നത്. ഹി ഈസ് ഗോയിങ് ടു റീഡ്. ഈസ് ഗോയിങ് ആണ്. അപ്പൊ എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വരും. ഷീ റീഡ്സ് എ ബുക്ക് എവറി നൈറ്റ്. എന്താണ്? ഹാബിച്വൽ ആക്ഷൻ ആണ് പറയുന്നത്. സോ അതെന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വരുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ. The new employee are qualified but not experienced. Identify the type of error. അവിടുത്തെ എറർ എന്താണ്? The new employee are. എംപ്ലോയി എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. സോ അവിടെ എന്താണ്? ആർ അല്ല വരേണ്ടത്, ഈസ് ആണ് വരേണ്ടത്. അപ്പം സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആണ്, അല്ലെ കോൺകോഡ് ആണ് അവിടുത്തെ എറർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. എന്ത് വരും? മേക്സ് ആണ് ഇവിടുത്തെ വേർബ്. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഡസ് കിട്ടി. ഡസ് പ്ലസ് മേക്ക് ആണ് മേക്സ് എന്ന് പറയുന്നത്. സോ ഡസന്റ് ഇറ്റ് എന്ന് ആൻസർ വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 139. എവരിവൺ ബ്രോട്ട് ഡാഷ് ഡിക്ഷണറി ഫോർ ദി റെഫറൻസ് ഇൻ ദി ക്ലാസ്. എന്ത് വരും? ഹെർ, ഹിസ്, ദെയർ, എവരിബഡി. എന്താണ്? പ്രൊനൗൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വരും? എവരിവൺ ബ്രോട്ട് ദെയർ ഡിക്ഷണറി ഫോർ ദി റെഫറൻസ് ഇൻ ദി ക്ലാസ്. അവരവരുടെ ഡിക്ഷണറി കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് കറക്റ്റ്ലി യൂസസ് എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ ഏതാണ്? ഷീ ഈസ് ഗുഡ് ഇൻ മാത്സ്, ദ ബോയ് ഈസ് ഇൻട്രസ്റ്റഡ് ഓൺ സ്പോർട്സ്, ഹി ഈസ് ഫെമിലർ ഇൻ ദി ന്യൂ പൊളിറ്റിക്സ്, ദ കാർ ടേൺഡ് ഓഫ് ദി മെയിൻ റോഡ്. അപ്പൊ ഇതിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ആൻസർ മാർക്ക് ചെയ്യാഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 141. ദ ടീം ഓഫ് പ്ലേയേഴ്സ് ഡാഷ് പ്രാക്ടീസിംഗ് ഫോർ ദി ചാമ്പ്യൻഷിപ്പ്. ദ ടീം ഓഫ് പ്ലേയേഴ്സ് കളക്റ്റീവ് നൗൺ ആണ് ചോദിച്ചിരിക്കുന്നത്. കളക്റ്റീവ് നൗണിന് ശേഷം എന്താണ്? സിംഗുലർ വേർബ് ആണ് വരുന്നത്. ഇവിടെ ഏത് വരും? ഈസ്. ബാക്കി ഓപ്ഷൻസ് നോക്കിയേ, ബാക്കി എല്ലാം എന്താണ്? പ്ലൂറൽ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 142. ചൂസ് ദി വേർഡ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു പ്രൊഹിബിറ്റ്. പ്രൊഹിബിറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫോർബിഡ്, പ്രോസ്ക്രൈബ്, പെർമിറ്റ്, ഡിസ്അലൗ. എന്ത് വരും? പെർമിറ്റ് ആണ് അല്ലെ? പെർമിറ്റ് ആണ്. പ്രൊഹിബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നതിനാണ് പ്രൊഹിബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? പെർമിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇഫ് ക്ലോസിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു. ഇഫ് ഐ വെയർ യു ഡാഷ്, ഐ വിൽ ടേക്ക് അപ്പ് ദി ജോബ്, ഐ വുഡ് ടേക്ക് അപ്പ് ദി ജോബ്, ഐ വിൽ ഹാവ് ടേക്കൺ അപ്പ് ദി ജോബ്, ഐ വുഡ് ഹാവ് ടേക്കൺ അപ്പ് ദി ജോബ്. എന്ത് വരും ആൻസർ? ഇഫ് ഐ വെയർ യു പാസ്റ്റ് ടെൻസിലുള്ള ആ ഒരു ടൈപ്പ് 2 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? ഐ വുഡ് ടേക്ക് അപ്പ് ദി ജോബ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 144. The new firms are ready to dash the requirements about in advance. The new firms are ready to എന്താണ് വരുന്നത്? പുട്ട് ഓൺ ആണോ, പുട്ട് ഓഫ് ആണോ, സെറ്റ് ഔട്ട് ആണോ, പുട്ട് ഇൻ ആണോ? ഇവിടെയും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആൻസർ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും നിങ്ങൾ പ്രൊവിഷണൽ ആൻസർക്ക് ഒരു 1 വീക്കിനുള്ളിൽ എന്തായാലും ഒരു 3-4 ദിവസത്തിനുള്ളിൽ ആൻസർക്ക് വരും. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ സെന്റൻസ് ഇൻ ദി പാസീവ് വോയിസ്. The gardener watered only the flowering plants. The plan was explained in detail. She has joined a new firm. He will attend the meeting in time. ഇതിൽ പാസീവ് വോയിസ് ആയിട്ട് വരുന്ന സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാൻ വാസ് എക്സ്പ്ലെയിൻഡ് ഇൻ ഡീറ്റെയിൽ അല്ലെ? The plan was explained in detail. അതാണ് ഇവിടെ പാസീവ് വോയിസ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Dash is the poem written by. Dash is the who is the poem written by, how is the poem written by, whom is the poem written by, whose is the poem written by. എന്താണ് വരുന്നത്? അവിടെയും ഒരു ചെറിയ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഡിലീഷനിലേക്ക് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ആൻസർ മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 147. I have dash idea of what happened yesterday. I have no idea. എനിക്ക് ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് അതിനെക്കുറിച്ച് നോ ഐഡിയ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 148. The boy sings very melodiously, but sometimes he get nervous while performing. Spot the error. എറർ സ്പോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വരും? ഓപ്ഷൻ ഡി ആണ്. ഹി ഗെറ്റ് നെർവസ് വൈൽ പെർഫോമിംഗ് എന്നുള്ളതാണ് അവിടുത്തെ മിസ്റ്റേക്ക് വരുന്നത് അല്ലെ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 149. ചൂസ് എ റോങ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ. അക്കോമഡേറ്റ്, മില്യനെയർ, അറ്റൻഡൻസ്, ഒക്കറൻസ്. ഇവിടെ 4 വേർഡ്സിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? അവിടെ എന്താണ്? 4 സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. അവിടെ മിസ്റ്റേക്കൺ ആയിട്ട് ഒരു വേർഡ്സ് ഇല്ല. അതുകൊണ്ടാണ് അവിടെ ആൻസർ മാർക്ക് ചെയ്യാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 150. The striking employees are not ready to yield dash all the negotiations. എന്ത് വരും? In case, until, despite, unless. എന്താണ്? കൺജങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വരും? despite all the negotiations എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചില ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു 2-3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അതിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് തന്നെയാണ് നമ്മൾ അത് മാർക്ക് ചെയ്യാൻ. തെറ്റായ ഒരു ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഈ വീഡിയോയുടെ താഴെ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.